ഈ മനോഹരമായ പ്രഭാതത്തിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നത് വലിയ പദവികളോ വലിയ വേദികളോ അല്ല, സംയോജിതമായി നീട്ടുന്ന ഒരു കൈയും കരുതലോടെ കേൾക്കുന്ന ഒരു മനസ്സുമാണ്. അത്തരത്തിൽ അനേകം കുട്ടികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയും സുരക്ഷിതത്വവും പകർന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നാം സ്വാഗതം ചെയ്യുന്നത്. മുഹമ്മദ് അഫ്സൽ കെ സാറിനെ ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശിശു സംരക്ഷണം, മാനസികാരോഗ്യം, സാമൂഹ്യനിധി എന്നീ മേഖലകളിൽ ഒരു ദശാബ്ദത്തിലേറെ പ്രവർത്തന പരിചയമുള്ള ഇദ്ദേഹം നിലവിൽ യുനിസെഫ് ഗുജറാത്തിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു. ചൈൽഡ് ലൈൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച അദ്ദേഹം മാനസികാരോഗ്യ കൗൺസിലർ, പ്രൊഫഷണൽ അസിസ്റ്റന്റ്, പരിശീലകൻ, ഗവേഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിനപ്പുറം യുവജനങ്ങളുടെ വ്യക്തിത്വ വികസനം, തൊഴിൽ സന്നദ്ധ സംരംഭകത്വം, ആരോഗ്യം, ഫിറ്റ്നസ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുന്ന മികച്ച ഫാക്കൽറ്റിയും സർട്ടിഫൈഡ് JCI ട്രെയിനറും കൂടിയാണ്. ഒരു കുട്ടിയെ വളർത്താൻ ഒരു കുടുംബം മാത്രം പോരാ, ഒരു സമൂഹം കൂടെ നിൽക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അനുഭവങ്ങളുടെ ഉടമയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു അഫ്സൽ സർ. സർ പ്ലീസ്. വെരി ഗുഡ് മോർണിംഗ് എവറി വൺ. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സന്തോഷമുണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അതേപോലെ തന്നെ ഒരു സെഷൻ്റെ ഭാഗമാകാനും സാധിച്ചതിൽ. ആം, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം നടക്കുന്നു എന്നുള്ളതും ആം, അതേപോലെ തന്നെ ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ നിരവധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വാട്സപ്പ് മുഖേന സ്ഥിരമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ എന്തെങ്കിലും ഒരു ദിവസം സാഹചര്യം ഉണ്ടാവുമെന്നുള്ളതും അതിലൊരു വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതും ഞാൻ മുമ്പേ ആം, ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള സാഹചര്യം വന്നത് ആം, യഥാർത്ഥത്തിൽ ഇന്നാണ് എന്നുള്ളതാണ്. ആം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന അജണ്ട. ആം, എനിക്ക് എൻ്റെ സെഷൻ തുടങ്ങാനുള്ളത് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന UN ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനിൽ ആം, ഈ ഒരു കളർ ഓഫ് ഹ്യൂമൻ എന്നുള്ളൊരു ഒരു വിഷയം വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്ന ചെറിയൊരു അനുഭവമുണ്ട്. ഈ അടുത്ത ഒരു 6 മാസം മുമ്പ് ഞങ്ങളുടെ ഓഫീസിലെ മുഴുവൻ ആളുകളും 3 ദിവസം ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങളുടെ ടീം ബിൽഡിംഗ് എന്നുള്ള ഒരു ടീം ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയെ പ്രത്യേകം നന്നാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളെല്ലാവരും ഒരു ഹോട്ടലിൽ ഒരുമിച്ച് ചേരുകയും ഒരു കോച്ചിൻ്റെ അണ്ടറിൽ ഞങ്ങളെല്ലാവരെയും ട്രെയിൻ ചെയ്തു. അപ്പം ഈ ട്രെയിനിങ്ങിൽ യഥാർത്ഥത്തിൽ അവർ നമുക്ക് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഒരു ട്രെയിനിങ് അല്ല, അത് അതിനേക്കാളേറെ ആം, ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്ന ഒരു സാഹചര്യം, ഒരു 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 പ്രോഗ്രാം ആയിരുന്നു. ആ പ്രോഗ്രാമിൽ വെച്ച് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ആം, എന്നെയും എൻ്റെ കൂടെയുള്ള ആളുകളെയും തിരിച്ചറിയാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നു. എൻ്റെ കൂടെയുള്ള ആളുകൾ ഏത് വിധം ആൾക്കാരാണ്, ഏത് രൂപത്തിലുള്ള ആൾക്കാരാണ്, അവരുടെ രീതികൾ എന്താണ്, അവരുടെ തോട്ട് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കി തന്നു. ഈ തിരിച്ചറിവിൽ നിന്ന് എനിക്ക് ഞാൻ ആ സമയത്ത് എൻ്റെ ലിങ്ക്ഡിനിൽ ഞാൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആളുകളെ തിരിച്ചറിയുക എന്നുള്ളത് ആം, ഒരു വലിയൊരു കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ആളുകളുമായി ഇടപെടുന്ന, ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന, ആളുകളുമായിട്ട് ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായ പ്രശ്നങ്ങൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആം, ആളുകളെ മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളത് ഇന്നത്തെ ലോക വിജയത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു 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 പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ജോൺ ലെനിൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോട്ട് ഉണ്ട്: അവർ സൊസൈറ്റി ഈസ് റൺ ബൈ ആൻ ഇൻസൈൻ പീപ്പിൾ ഫോർ ഇൻസൈൻ ഒബ്ജക്റ്റീവ്. എല്ലാവരും എന്താ പറയുക, ഇൻസൈൻ പീപ്പിൾസും ഇൻസൈൻ ഒബ്ജക്റ്റീവും ഉള്ള ഒരു വലിയ ലോകത്തെ ആം, എന്താ ശ്രോതാവോ അല്ലെങ്കിൽ വലിയ ലോകത്തിൻ്റെ ഒരു ആളുകളാണ് നമ്മൾ. ആം, ഈ തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം അതായത് ആളുകൾ നിരവധിയാണ്, എൻ്റെ കൂടെയുള്ള ആളുകൾ പല തരത്തിലുള്ള ആളുകളാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം അത് ദൈനംദിന, അതായത് നമ്മളുടെ ഓഫീസിൽ, നമ്മളെ വർക്ക് പ്ലേസിൽ ദൈനംദിനമായിട്ട്
ഇടപെടുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ആ ഒരു നമ്മളുടെ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അത് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇത് ഒക്കെ കഴിയുമ്പം എൻ്റെ ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തു വന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകമാണ് ഇങ്ങനെ ഒരു സെഷൻ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. പുസ്തകം ഒട്ടുമിക്ക ആളുകളും വായിക്കാൻ സാധ്യതയുള്ള, വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള, ഇങ്ങനെയുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് സറൗണ്ടഡ് ബൈ സൈക്കോപാത്സ് എന്ന തോമസ് എറിക്സന്റെ പുസ്തകം. ഇദ്ദേഹം ഇതേപോലെ തന്നെ സറൗണ്ടഡ് സൈക്കോപാത്ത് പോലെ തന്നെ സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന വേറൊരു ബുക്കും കൂടി എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്ന കളർ ബേസ്ഡ് ആയിട്ടുള്ള ബിഹേവിയറൽ മോഡലിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ കളർ ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻസ് ഞാൻ ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കളർ ഓഫ് ഈ ഈ ഒരു എന്താ പറയുക, കളർ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ദിസ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റ് എ പേഴ്സണാലിറ്റി ടൈപ്പ് ഇൻ എ സയൻറ്റിഫിക് ഓർഡർ, ബട്ട് ഇതൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഡിഫറൻസസ് ഇൻ ബിഹേവിയർ ആൻഡ് ഡിഫറൻസ്, അത് ആളുകളുടെ ബിഹേവിയറും ആളുകളുടെ ഇൻട്രാക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസസ് മനസ്സിലാക്കി തരാനുള്ള ഒരു 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 ടൂളായിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇതിനെ കണക്കാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ആളുകളെ മനസ്സിലാക്കി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഈസിലി കൺവിൻസ് ചെയ്യാൻ വേണ്ടി കഴിയും. നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മൾ സ്റ്റക്കായിരുന്ന പല സിറ്റുവേഷൻ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പീപ്പിൾ എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? നമുക്കൊരു വളരെ കുറഞ്ഞ സമയമാണെങ്കിലും നമുക്കൊരു ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നതായിരിക്കും നന്നാവുക എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കും ആളുകൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഒന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. ഡിഫറെന്റ് ചിന്തകളാണ്. ആളുകൾക്ക് ഡിഫറെന്റ് ചിന്തകളാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് ഡിഫറെന്റ് പ്രയോറിറ്റികളാണ്. ഓക്കെ, പിന്നെ വേറെ ആളുകൾക്ക് ഡിഫറെന്റ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. അതെ, ഡിഫറെന്റ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. ഓക്കെ, ഓഫ് കോഴ്സ്. ഒരു രണ്ട് റെസ്പോൺസ് കൂടി. ലോസ് എസ്റ്റീം ആൻഡ് ഹൈ എസ്റ്റീം their experiences. Okay, they are unique. Okay, situation, right? Of course, situation ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ, സോ ആളുകൾക്ക് ഡിഫറെന്റ് പ്രയോറിറ്റീസ് ഉണ്ടാകും. അതേപോലെ തന്നെ ആളുകൾക്ക് അവരുടെ ഈ ബഹുജനം പലവിധം എക്സാക്ട്ലി പ്രോസസ് ഇൻഫർമേഷൻ ഡിഫറെൻ്റ്ലി. അതായത് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് പലതരത്തിലേക്കും. ലൈക്ക് ഞാൻ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതും എൻ്റെ കൂടെയുള്ള ഇവിടെയുള്ള ആളുകൾ ഇപ്പം ലൈക്ക് സാജിദ് ഭായി അതിനെ മനസ്സിലാക്കുന്ന രീതിയും ഒക്കെ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടാവും, ഹെറിഡിറ്ററീസ് ഉണ്ടാവും, റെസ്പോണ്ട് ഡിഫറെൻറ്റ് അണ്ടർ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ചിലപ്പം കോൺഫ്ലിക്റ്റുകൾ പലപ്പോഴും നല്ല ആളുകളുടെ ഇടയിൽ, നമ്മൾ പറയുന്ന നല്ല ആളുകൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ പോലും നടക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആളുകൾ ഓരോ അത് കാണുന്ന രീതികളും അതേപോലെ തന്നെ അവര് ബിഹേവ് ചെയ്യുന്ന രീതികളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെയാണ് 4 കളർ സ്ട്രക്ചറുകൾ യഥാർത്ഥത്തിൽ തോമസ് എറിക്സൺ ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്നാപ്ചാറ്റ് അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് മാത്രമാണ്. പുസ്തകത്തിൽ ഒരു ചെറിയ കോമ്പോണന്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാനും നമ്മളുടെ ഇടയിലുള്ള സൈക്കോപാത്തുകളെ തിരിച്ചറിയാനും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതുമാണ് ഈ പുസ്തകം യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ റെഡ് ആയിട്ടുള്ള കാറ്റഗറിയെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഡോമിനന്റ്
ടൈപ്പ് എന്നുള്ളതാണ്. ഡോമിനന്റ് ടൈപ്പ് എന്നുള്ളതാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാറ്റഗറി. ഇവർ ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. അതുപോലെ അവർ ഡെസിസീവ് ആയിരിക്കും കൂടുതൽ, ആൻഡ് കോമ്പറ്റിറ്റീവ് ആയിരിക്കും. അവർക്ക് കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തോട്ടുള്ള ആൾക്കാരായിരിക്കും. റിസൾട്ട് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട ആയിരിക്കും. റിസൾട്ട് എവിടെ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും. അവർ ഇവരുമായിട്ടുള്ള നമ്മൾ വർക്ക് പ്ലേസിലാവട്ടെ, നമ്മളുടെ പേഴ്സണൽ സംഭവത്തിലാവട്ടെ, നമ്മളുടെ ഇപ്പം പല രീതിയിലുള്ള ആളുകളുണ്ട് ഇതിനകത്ത്. ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, ഡിഫറെൻറ്റ് പ്രൊഫഷണൽസിലുള്ള ആൾക്കാരും, സെയിൽസിലുണ്ടാവും, മാർക്കറ്റിംഗിലുണ്ടാവും, അതേപോലെ തന്നെ കുട്ടികളുമായിട്ട് ഇടപെടുന്ന ആളുകൾ. അപ്പം ഡിഫറെൻറ്റ് തരത്തിലുള്ള ആളുകൾ എന്നുള്ളത് റിസൾട്ട് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. വളരെ കൃത്യമായിട്ട് വളച്ചൊടിച്ച് ഇല്ലാതെ വളരെ കൃത്യമായിട്ട് ഇവരുടെ ഇവർ ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഇവരുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ആണ്. അതേപോലെ തന്നെ ഇവർ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെസിഷൻ മേക്കേഴ്സ് ആയിരിക്കും. ഇവർക്ക് ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നും ആയിരിക്കില്ല. പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കും. നല്ല കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ടായിരിക്കും. ഇതാണ് റെഡ് കാറ്റഗറിയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇതേ സമയത്ത് ഇവരും ചാലഞ്ച് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ഒരു കാറ്റഗറിയോ അല്ലെങ്കിൽ ഒരു മിക്സഡ് കാറ്റഗറിയിലോ വരും. അതായത് നമ്മൾ റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയെ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുകയും അതേപോലെ തന്നെ ഇതിൻ്റെ കമ്പൈൻഡ് സ്റ്റേറ്റസും അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സഡ് സ്റ്റേറ്റസിലൂടെയും ഒക്കെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഇത് വെച്ചുകൊണ്ട് നമ്മൾ മറ്റു ആളുകളെ നമ്മൾ ഇതേപോലെ മനസ്സിലാക്കും. അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടിയും കാര്യങ്ങൾ സ്മൂത്തും സിമ്പിളും ആക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷനും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. അങ്ങനെ കുറച്ചു കാലമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയും ചെയ്തിട്ടുണ്ട്. സോ ഇവർക്ക് കുറച്ചും കൂടി ഇംപേഷ്യൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ they may overlook emotions and they may dominate discussions. അതായത് ഇവർ ഡിസ്കഷൻസിലൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളെ ചുറ്റും ഉണ്ടായിരുന്ന, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ചില ആളുകളെയൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ വേണ്ടി പറ്റുകയൊക്കെ ചെയ്യും. എനിക്ക് ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന, ഞാൻ ഡേ ടു ഡേ ലൈഫിൽ ഇൻട്രാക്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് എൻ്റെ വർക്ക് സ്പേസിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ഒരു കഥയുണ്ടല്ലോ. ഈ കഥയിൽ എൻ്റെ ഓഫീസിലെ ഏറ്റവും രസമുള്ളൊരു സാധനം എന്ന് പറയുന്നത്, എൻ്റെ ഓഫീസിലെ ഒരു 75% ആൾക്കാരുടെയും കാറ്റഗറി ഓഫ് സ്റ്റൈലും എൻ്റെ കാറ്റഗറി ഓഫ് സ്റ്റൈലും എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു യെല്ലോ ആയിരുന്നു എന്നുള്ളതാണ്. യെല്ലോൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു. അപ്പം എനിക്ക് കുറച്ചുകൂടിയും ഈ സാധനം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. സോ ഇവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, റെഡ് ആയിട്ടുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. അതായത് നമ്മളിങ്ങനെ വെറുതെ ഒരു ഇൻട്രോ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളച്ചൊടിച്ച് അങ്ങനെ അത് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. പോയിന്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ പോയിന്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവരിൽ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം എന്താ, ഇങ്ങനത്തെ ആളുകൾ എന്ന് പറയുന്നത് ഇവർ കുറച്ചുകൂടിയും ആക്ഷൻ ഓറിയൻറ്റഡും റിസൾട്ട് ഓറിയൻറ്റഡുമാണ്. ആൻഡ് പ്രസൻറ്റ് സൊല്യൂഷൻസ്, ഇവർക്ക് സൊല്യൂഷൻസ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ അവരുടെ സമയത്ത് നമ്മൾ ബഹുമാനിക്കുക അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ ഇവർക്ക് ലെങ്തി ആയിട്ടുള്ള, വളരെ വളച്ചൊടിച്ചുള്ള ലെങ്തി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള ആളുകൾ സംസാരിക്കും, എന്താ പ്രശ്നം, അതേപോലെ തന്നെ ഇതിന്റെ പരിഹാരവും പറയുന്ന ഒരു മാനേജറിയൽ ലെവലിലുള്ള ഒരാളാണെങ്കിൽ പറയും എന്താ പ്രശ്നം, അതിന്റെ പരിഹാരവും പറയാം. ആ ഒരു രീതിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എങ്ങനെ നമുക്ക് പരിഹരിക്കാം, ഈ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു വേ ഓഫ് ഹാൻഡ്ലിങ് ഇവർ പോവുകയൊക്കെ ചെയ്യാം. ദെൻ ഇതാണ് റെഡ് കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് യെല്ലോ എന്ന് പറയുന്നത്. ദീസ് ആർ ദ പീപ്പിൾ ഹു ആർ ഇൻഫ്ലുവൻഷ്യൽ ടൈപ്പ്. ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇവർ സോഷ്യലാണ്, ഇവർ സോഷ്യലായിട്ട് നന്നായിട്ട് ഇടപെടുന്ന ആളുകളാണ്, എന്തൂസിയാസ്റ്റിക് ആണ്, ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഫെമിലിയർ ആയിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള
ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇവർ മൂവ് ചെയ്യുന്ന ആളുകളാണ്. ഇവർ അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് ആയിരിക്കും ആൻഡ് റിലേഷൻഷിപ്പ് ഫോക്കസ്ഡ് ആയിരിക്കും. അവരുടെ കണക്ഷൻസ് ആണ് അവരുടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ സാധനം എന്ന് പറയുന്നത്. ദെൻ ഇവർ നെറ്റ്വർക്കിംഗ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ഏരിയ ആണ്. അതേപോലെ തന്നെ മോട്ടിവേറ്റിംഗ് അതേഴ്സ്, അതായത് ഞാൻ മോട്ടിവേറ്റിംഗ് അതേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ള വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ മോട്ടിവേറ്റിംഗ് അതേഴ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ക്രിയേറ്റിവിറ്റിയും ടീം സ്പിരിറ്റും ഒരു നല്ല ടീം പ്ലെയറും ആയിരിക്കും ഇവരൊക്കെ തന്നെയും. അതേപോലെ തന്നെ ഇവർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആണ്. ദെൻ മേ മിസ് ഡീറ്റെയിൽസ്. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് മിസ് ചെയ്യും. അതേപോലെ തന്നെ ക്യാൻ ബി ഡിസ്ഓർഗനൈസ്ഡ്. അങ്ങനെ എല്ലാം ഒന്നും എന്താ പറയുക വെൽ ഓർഗനൈസ്ഡ് ആയിട്ട്. അപ്പം ഞാൻ എന്നെ മനസ്സിലാക്കിയ സാധനം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭയങ്കര യെല്ലോ ആണ്. അതായത് ഞാൻ വേഗം ഡിസ്ട്രാക്റ്റഡ് ആവും, സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്റ്റഡ് ആക്കി ചെയ്യും. അപ്പം ഈ സാധനത്തെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഒരു പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ആ സിസ്റ്റത്തിൽ തന്നെ പലതവണയായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ വീണ്ടും ഒരു സെൽഫ് ഡിസിപ്ലിൻ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് യെല്ലോനെ എനിക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവർ അതായത് യെല്ലോവുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്ലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്കഷൻസ് വളരെ കൃത്യമായിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ അലോ ചെയ്യുക, അവരുടെ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുക, അവരുടെ ഐഡിയാസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഭയങ്കര ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനെ ഓവർലോഡ് ആക്കാതെ ഒരുപാട് വലിയ ജാർഗൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവരോട് സംസാരിക്കുമ്പം അത് ഇവർക്ക് ഭയങ്കര ബോറാവും, ഇവർ വേഗം ഡിസ്ട്രാക്റ്റഡ് ആവും. ഇതാണ് ഇങ്ങനെയുള്ളൊരു സംഭവം ഇങ്ങനെയുള്ളൊരു ആൾക്കാരെന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ നമ്മളുടെ എന്താ പറയുക മീറ്റിങ്ങിനെ പലപ്പോഴും ഹരമുള്ളതും എനർജൈസ്ഡ് ആക്കുന്നതും ഇവരുടെ കൂടെയുള്ള മീറ്റിംഗ്സും അവരുടെ കൂടെയുള്ള എൻഗേജ്മെന്റ്സ് ഒക്കെ നമുക്കൊരു എന്താ പറയുക ഒരു തരത്തിലുള്ള ഒരു ഡോപ്പമിൻ ഈ ഒരു റിലീസും അല്ലെങ്കിൽ ഒരു ഡോപ്പമൈൻ പീക്കൊക്കെ എത്തുന്ന അല്ലെങ്കിൽ നല്ലൊരു കുറച്ച് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും ഇവർ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരുണ്ടായാലും ഒരു മീറ്റിംഗ് ഒരു രസമാണെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇവർ. ദെൻ അടുത്ത കാറ്റഗറിയാണ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇവർ ഒരു സ്റ്റേബിൾ ടൈപ്പാണ്. കാമായിരിക്കും, പേഷ്യൻ്റ് ആയിരിക്കും, ലോയൽ ആയിരിക്കും, സപ്പോർട്ടീവ് ആയിരിക്കും, അതേപോലെ തന്നെ ടീം ഓറിയന്റഡ് ആയിരിക്കും ഈ ഗ്രീൻ കാറ്റഗറി എന്ന് പറയുന്ന ആൾക്കാരും. ഇവരുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവർ റിലയബിൾ ആയിരിക്കും, നല്ല ലിസണിങ് കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ ഇവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത് ആണ്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ ഒരു ചാലഞ്ചസ് എന്ന് പറയുന്നത് സഡൻ ചേഞ്ചസ് റെസിസ്റ്റ് ചെയ്യും. അതായത് ഒരു ചേഞ്ച് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനെ ഇവർ കുറച്ചധികം ഡിഫെൻഡ് ചെയ്യും. അതെങ്ങനെയാണ് അങ്ങനെ നടക്കാം എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു തരത്തിലുള്ള ആളുകളാണ്. കൺഫ്രണ്ടേഷൻസ് ഇവർ അവോയ്ഡ് ചെയ്യും. അതേപോലെ തന്നെ സ്ലോ ഡെസിഷൻ മേക്കിംഗ്, അതൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും, കുറച്ച് അധികം എന്താ പറയുക സമയം എടുത്ത് ഇവർ ആലോചിച്ചൊക്കെയാണ് ഇവർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവർക്ക് ആലോചിക്കാൻ ചിന്തിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ എംപതി വളരെ കൃത്യമായിട്ട് നമ്മൾ അവർക്ക് കാണിക്കണം. അതേപോലെ തന്നെ ചേഞ്ചസ് നമ്മൾ പറയുമ്പോൾ എല്ലാ ചേഞ്ചസും ഒന്നായിട്ട് പറയാതെ അതൊരു ടാക്ടിക്കലി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ഒരു സേഫ് എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കേണ്ടത്. അതേപോലെ തന്നെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ബ്ലാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ബ്ലൂ കാറ്റഗറിയാണ്. ലാസ്റ്റ് കാറ്റഗറി ബ്ലൂ എന്നുള്ളതാണ്. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലായിരിക്കും, ലോജിക്ക് ഓറിയന്റഡ് ആയിരിക്കും, അതേപോലെ തന്നെ ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിരിക്കും. അതായത് എടുത്തു ചാടി ഒന്നും ചെയ്യില്ല, കുറച്ചുകൂടി എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ആളുകൾ ഭയങ്കര എടുത്തു ചാടിയല്ല, എന്നാൽ പോലും ഇവർ കുറച്ചുകൂടി ലോജിക്കലായിരിക്കും, ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിരിക്കും, അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും, ക്വാളിറ്റി ഫോക്കസ്ഡ് ആയിരിക്കും. എൻ്റെ ഈ ബ്ലൂ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഫീസിലെ ഭൂരിഭാഗം ആളുകളും ബ്ലൂ ആണെന്നുള്ളതാണ്. അപ്പം ഈ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഇങ്ങനെ അതായത് ഒരു 75% ആൾക്കാർ ഇങ്ങനെയും ഞങ്ങളൊരു 3-4 പേര് മാത്രം ഇങ്ങനെ ഒരു ഡിഫറെന്റ് കാറ്റഗറിയിൽ നിൽക്കുന്ന സമയത്ത്
ഞങ്ങൾക്ക് അവിടെ വന്നിരുന്ന ഒരു കോച്ചിനോട് നമ്മൾ പറഞ്ഞു ഇത് അപ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമം വന്നു. അതായത് നമ്മൾ ഈ സിസ്റ്റത്തിന് ഫിറ്റ് അല്ലേ എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം ആം, അന്നുണ്ടായിരുന്ന കോച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇതിന് ഫിറ്റ് ഒന്നും അല്ല, നിങ്ങളും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് ഈ ഒരു ടീമിൽ. നിങ്ങളുടെ കുറേ ക്വാളിറ്റീസ് ഈ ടീമിന് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങൾ ആവശ്യമായ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പം പറയാനിരുന്ന ഒരു സാധനമാണ്, അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ക്വാളിറ്റി ഫോക്കസ്ഡ് ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും, കുറച്ചുകൂടി ഒരു നമ്മളൊക്കെ പറയുന്ന ഒരു അനലിറ്റിക്കൽ ടൈപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പ്ലാനിങ് ഉണ്ടായിരിക്കും. അതായത് ഇവരൊരു ട്രിപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓരോരുത്തർ പറയാൻ തുടങ്ങി ഞാൻ യെല്ലോ ആണ്, നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പം തന്നെ നിങ്ങൾ ഏതാ കാറ്റഗറി എന്നൊക്കെ. ദെൻ അതേപോലെ തന്നെ ഇവരുടെ ക്വാളിറ്റി കൺട്രോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. പ്രോബ്ലം ഡയഗ്നോസിസ് ഇവരുണ്ടാവും. അതേപോലെ തന്നെ ഇവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഭയങ്കര ക്വാളിറ്റിയും ഉണ്ടായി. ഇവരുടെ ഭാഗത്തു നിന്നൊരു ഡോക്യുമെന്റ് വന്നാൽ ഇത് അടിപൊളിയായിരിക്കും എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവും. സോ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഫാക്റ്റുകൾ കൊടുക്കണം, എവിഡൻസുകൾ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാവണം, ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കണം നമ്മളൊരു കാര്യം ഇവരോട് ചെയ്യേണ്ടത്. ദെൻ ആൻസർ ക്വസ്റ്റ്യൻസ് തെറോലി. ദെൻ എനിഗ്രാം ഡയഗ്രാം ഇതുപോലെ ഓഫ് കോഴ്സ് ആയിരിക്കും. ഞാൻ ഒരു സംഭവം നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ വാല്യൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇവരെടുത്ത് നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള കൊളീഗ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെ കൂടെ ഉണ്ടാവുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ആസ് എ ടീം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം നമ്മൾ എന്താ പറയുക, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമ്മളുടെ ഒരു ടീമിന്റെ ഒരു പ്രോഡക്റ്റിനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവരുടെ ഒരു പ്രസൻസ് നമുക്ക് ഉപയോഗിക്കാൻ ചെയ്യും. ഇതിൻ്റെ അകത്ത് മിക്സഡ് ആയിട്ടുള്ള ചില കാറ്റഗറീസ് ഉണ്ടാകും. ലൈക്ക് ഈ റെഡ് ആൻഡ് യെല്ലോൻ്റെ ഒരു കോമ്പിനേഷനുള്ള ആളുകൾ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ ആയിട്ടുള്ള ഒരു ആളായിരിക്കും. റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും ഒരു കോമ്പിനേഷനുള്ള ആളെന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മാനേജർ ആയിരിക്കും. അതേപോലെ തന്നെ ഗ്രീൻ ആൻഡ് ബ്ലൂ ടൈപ്പ് ഓഫ് കാറ്റഗറി ആൾക്കാരെന്ന് പറയുന്നത് റിലയബിൾ എക്സ്പെർട്ട് ആയിരിക്കും. അതേപോലെ തന്നെ യെല്ലോ പ്ലസ് ഗ്രീൻ ആയിട്ടുള്ള ആൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡർ ആയിരിക്കും. അപ്പം ഇതാണ് ഇവരുടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സാധനം എന്ന് പറയുന്നത്, ആളുകൾ പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ അയാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ള രീതി വരുന്ന പല സ്ഥലത്തിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും എന്താ പറയുക ഈ ഒരു കോൺഫ്ലിക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഓരോ കളറുകളും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് റെഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സ്ട്രെസ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു കൺട്രോളിങ് ആയിരിക്കും. അതേപോലെ തന്നെ യെല്ലോ ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടിയും ഇമോഷണൽ ആയിരിക്കും. അതേസമയം ഗ്രീൻ ആയിട്ടുള്ള ആൾക്കാർ വിഡ്രോസ് ആയിരിക്കും. സാഹചര്യങ്ങളിൽ ഒരു സോഷ്യൽ വിഡ്രോയിലും സിറ്റുവേഷൻസും പബ്ലിക്കിൽ നിന്നും ഗ്രൂപ്പിൽ നിന്നൊക്കെ അവർ വിഡ്രോ ചെയ്ത് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. ബ്ലൂ ആയിട്ടുള്ള ആളുകൾ ഓവർ അനാലിസിസ് ആയിട്ടുള്ള ആളുകൾ, അതായത് അവർ കുറച്ചുകൂടി ഓവറായിട്ട് ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു പ്രഷർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വാട്ട് ഹാപ്പൻസ് ടു യുവർ കമ്മ്യൂണിക്കേഷൻസ്, ഏത് ടൈപ്പിലായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് പോകാന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബുക്ക് ഇതേപോലെ തന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മാനിപ്പുലേഷൻസ് എന്നുള്ളത്, ആളുകൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊക്കെ ഒരു എക്സ്പ്ലോയിറ്റേഷൻസ് നടക്കുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പം ബുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു 4 ടൈപ്പ് ഓഫ് കളർ കോഡിങ് അല്ലെങ്കിൽ കളർ ഓഫ് സ്റ്റൈൽസ് ആൻഡ് ബിഹേവിയേഴ്സ് മാത്രമല്ല യഥാർത്ഥത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചും നമ്മളോട് വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ 2 ബുക്കുകളുണ്ട് യഥാർത്ഥത്തിൽ, സറൗണ്ടഡ് ബൈ സൈക്കോപാത്സും സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറയുക സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ് ആദ്യം വായിക്കണം, സൈക്കോപാത്സ് പിന്നെ വായിക്കണം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ 1-ാം ഭാഗവും അതും 2-ാം ഭാഗവും എന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ്ലി 2-ാം ഭാഗം വായിച്ചു എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, അതിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് അയാളെ ബുക്കിൽ അങ്ങനെ തന്നെയാണ് അത് പറയുന്നുണ്ട്. സിറ്റുവേഷനോടുകൂടി എക്സാമ്പിളോടുകൂടിയും ഒക്കെ വളരെ നല്ല രീതിയിലേക്ക് ഇൻറ്ററാക്റ്റീവ് ആയിട്ട്
ഈ ഒരു പുസ്തകം നമ്മളെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചിലപ്പം ഒരു പുസ്തകം നമ്മൾ വായിച്ചിട്ട് അത് നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഉപകാരമാവുകയാണെങ്കിൽ അതിന് വലിയ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ഒരു മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ റെഡ് ആയിട്ടുള്ള ആളുകൾ അവർ കൊടുക്കും, ഓട്ടോണോമി കൊടുക്കും, നിങ്ങൾ അത് ചെയ്യ്, അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കും. ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. അതേസമയം യെല്ലോ ചെയ്യുന്ന സാധനം യെല്ലോ നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഗ്രീൻ ആയിട്ടുള്ള മാനേജർ ആണെങ്കിൽ അവർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ബ്ലൂ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് അതേപോലെ തന്നെ ഒരു ടീച്ചേഴ്സിലാണെങ്കിൽ റെഡ് സ്റ്റുഡൻസ് നീഡ് ചാലഞ്ചസ്. അതായത് അതേപോലെ തന്നെ യെല്ലോ സ്റ്റുഡൻസ് നീഡ്സ് എൻഗേജ്മെന്റ്സ്, and green students needs encouragements, and blue students need structure. സോ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ക്ലാസ്സിൽ ഇപ്പോൾ കോളേജ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലെ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഈ കാറ്റഗറിയും ഇതിന് മിക്സഡ് കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് അവരോട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും ഇവരെ എളുപ്പമുള്ള ഇവരുടെ നല്ല നല്ല ആളുകളെ, അല്ലെങ്കിൽ നല്ല കുട്ടികളല്ലെങ്കിലും നല്ല ആളുകളാണ്, അവരെ കുറച്ചുകൂടിയും നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കാനും അവരുമായിട്ട് വളരെ പ്രോപ്പറായിട്ട് കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുകയൊക്കെ ചെയ്യും. ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ സ്റ്റൈലാണ് ഏറ്റവും രസം എന്ന് പറയുന്നത്. റെഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഇപ്പം ചെയ്യാം, ലെറ്റ്സ് ഡു ഇറ്റ് നൗ. ആൻഡ് അതേസമയം യെല്ലോ പറയുന്ന കുറച്ചുകൂടി ലെറ്റ്സ് മേക്ക് ഇറ്റ് ഫൺ, and let's ensure everyone is comfortable. This is the Greens way of doing. And blue പറയുന്നത് let's analyze it first. ഈ രീതിയിലേക്കാണ് ഇത് വളരെ കൃത്യമായിട്ട് പോവുകയൊക്കെ ചെയ്യാം. അപ്പം എൻ്റെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ഈച്ച് സ്റ്റൈൽ ഹാസ് ഇറ്റ്സ് ഓൺ സ്ട്രെങ്ത്സ്, അതേപോലെ തന്നെ ഈച്ച് സ്റ്റൈൽ ഹാസ് ഇറ്റ്സ് ഓൺ ചാലഞ്ചസ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെ ഒരു ടീം ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ, ഈ ഒരു ഡൈവേഴ്സ് ആളുകളുടെ ബെനിഫിറ്റുകൾ എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡൈവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനെ നമ്മൾ ഒരു ടേക്ക് എവേ ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. സോ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നോ കളർ ഈസ് ബെറ്റർ ദാൻ അനദർ. Every color has strength, limitations, and unique contributions. Effective communication begins when we stop expecting others to think exactly like us and start adapting our approach to their communication style. So, ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ കുറേ കാലമായിട്ട് നമ്മളൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസിൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളെയും ഒരുപാട് ആളുകളുടെ പലതരത്തിലുള്ള അനുഭവങ്ങളും പലതരത്തിലുള്ള എക്സ്പീരിയൻസുകളുടെയും ഒരു ഹൈലൈറ്റിങ് അല്ലെങ്കിൽ ഒരു ഷോക്കേസിങ് എന്നൊക്കെ പറയാവുന്ന നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും ഒരു ടീം ഡെവലപ്മെന്റിലും ഒരു എംപവർമെന്റിലും ഒരു പുതിയ എന്താ പറയുക ഒരു ഫെദർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യു ക്യാൻ യൂസ് ദിസ് സെഷൻ ഓർ യു ക്യാൻ യൂസ് ദിസ് ബുക്ക്. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് you all guys got that message and that understanding. This is just a starting, as I already said you. ഇതൊരു snapshot മാത്രമാണ്. You can explore at any level, at any peak. Okay, so wishing you all the best. Have a good day. Have a good more sessions. Thank you. Good morning. Thank you, sir. Good morning. നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു ഇന്നത്തേത്. സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെയാണ് അഫ്സൽ സർ സംസാരിച്ചത്. ഓരോ മനുഷ്യരെയും തിരിച്ചറിഞ്ഞ് സംസാരിക്കുക. ഓരോരുത്തരും യുണീക്കാണ്. ആളുകൾ ഡിഫറെന്റ് ആയി ബിഹേവ് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. കാണുന്ന രീതികൾ, പ്രോസസ് ചെയ്യുന്ന രീതികൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നു. നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പല മനുഷ്യരും പലതരത്തിലുള്ളവരാണ്. അവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. ആളുകളെ റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ പല രീതിയിൽ തരംതിരിച്ച് സർ വളരെ സിമ്പിളായി നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നു. നമ്മൾ ഏത് കാറ്റഗറി ആണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷനിൽ കോൺഫ്ലിക്റ്റുകൾ ഒന്നും വരാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും, എഫക്റ്റീവ് ആക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ നല്ല ഒരു സെഷൻ ആയിരുന്നു. നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച അഫ്സൽ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ.
പ്രോഗ്രാമിന്റെ ഡയറക്ടർ നുസിയ മാഡം, ടീം ഇൻചാർജിലെ മറ്റ് അംഗങ്ങൾ, പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡിവിഷന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൾ. താങ്ക് യു. ഇവിടെ